വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ ഫോഴ്സ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന മൊമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതായത് ഫോഴ്സ് ഇൻ സ്പേസിൽ നമുക്കറിയാം നമ്മൾ ഫോഴ്സിനെല്ലാം വെക്ടർ ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഒരു ഫോഴ്സ് ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഫോഴ്സ് വെക്ടർ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാവുന്നത് പോലെ ഒരു ഫോഴ്സ് വെക്ടർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, ഈ ഒരു ഫോഴ്സ് വെക്ടർ ഈ പോയിന്റ് എയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് എനിക്ക് കണ്ടുപിടിക്കണം. നമ്മളെപ്പോഴും മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എബൌട്ട് ആൻ ആക്സിസ് അല്ലെങ്കിൽ എബൌട്ട് എ പോയിന്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെക്ടർ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു പോയിന്റിലുള്ള മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ നോക്കുക. ഈ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. എന്നിട്ട് ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് എബൌട്ട് ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത് അവിടെ നിന്ന് ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമുക്ക് എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എയിലെ എഫ് ഉണ്ടാക്കുന്ന മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് നമ്മുടെ ഈ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഒരു പൊസിഷൻ വെക്ടർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. സോ ഈ ഒരു കേസിൽ നമുക്ക് എബൌട്ട് എ ആയിരുന്നു മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈൻ ഓഫ് ആക്ഷൻ ഉള്ളത് കൊണ്ട് എ ബി എന്ന് പറഞ്ഞൊരു വെക്ടർ കണ്ടുപിടിക്കുകയാണ്. എ ബി എന്ന് പറഞ്ഞ വെക്ടർ ഒരു പൊസിഷൻ വെക്ടർ ആണ്. നമുക്ക് അതിനെ ആർ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ ഒരു വെക്ടറോട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് വെക്ടർ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് വിൽ ബി ഈക്വൽ ടു ആർ ക്രോസ് എഫ്. നിങ്ങൾ ക്രോസ് പ്രോഡക്റ്റ് ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഈ പൊസിഷൻ വെക്ടർ ക്രോസ് നമ്മളുടെ ഫോഴ്സ് വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും തരുന്നത്? ഈ ഫോഴ്സ് വെക്ടർ ആ പൊസിഷൻ വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ആറ് കാൽക്കുലേറ്റ് നിങ്ങൾക്ക് എങ്ങനെ ആറ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റിന്റെ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെയും ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് അറിയാന്നുണ്ടെങ്കിൽ XYZ കോർഡിനേറ്റ്സ് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു വെക്ടറിനെ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ഇതിന്റെ എക്സ് കോമ്പോണന്റ് എന്തായിരിക്കും? നമ്മുടെ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ് കോമ്പോണന്റ് ടൈംസ് ഐ, വൈ കോമ്പോണന്റ് ടൈംസ് ജെ ആൻഡ് ഇസഡ് കോമ്പോണന്റ് ടൈംസ് കെ ആണ്. അതിൽ എക്സ് കോമ്പോണന്റ് എന്തായിരിക്കും? ഈ സെക്കൻഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് ഫസ്റ്റ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അതുപോലെ വൈ കോമ്പോണന്റ് എന്തായിരിക്കും? ഇതിന്റെ വൈ മൈനസ് ഫസ്റ്റ് പോയിന്റിന്റെ വൈ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം നമുക്ക് ആറ് കിട്ടിയത് XI പ്ലസ് YJ പ്ലസ് ZK എന്നാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോഴേക്ക് എന്ത് വരും? നമുക്ക് ഒരു കാര്യം കൂടെ അസ്യൂം ചെയ്യാം, ഫോഴ്സും വെക്ടർ ഫോമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഫോഴ്സിന് ഞാൻ മാർക്ക് ചെയ്യുന്നത് FXI പ്ലസ് FY ടൈംസ് J പ്ലസ് FZ ടൈംസ് K എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ഫോഴ്സിന്റെ എക്സ് കോമ്പോണന്റ് FX ആണ്, Y കോമ്പോണന്റ് FY ആണ്, Z കോമ്പോണന്റ് FZ ആണ്. ആറിന്റെ എക്സ് കോമ്പോണന്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് X തന്നെയാണ്, Y കോമ്പോണന്റ് Y തന്നെയാണ്, Z കോമ്പോണന്റ് Z തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൊമെന്റ് എങ്ങനെയായിരിക്കും? R ക്രോസ് F ആയിരിക്കും. എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതിനൊന്നും ചെയ്യേണ്ട, ഇതുപോലെ ഒരു ഡിറ്റർമിനന്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ അത് IJK ആയിരിക്കും. സെക്കൻഡ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഫസ്റ്റ് വെക്ടർ. അപ്പോൾ നമ്മുടെ കേസിൽ എപ്പോഴും അത് പൊസിഷൻ വെക്ടർ തന്നെ ആയിരിക്കും. മാറിപ്പോകരുത്. നിങ്ങൾ മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ പൊസിഷൻ വെക്ടർ ക്രോസ് എഫ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പൊസിഷൻ വെക്ടറിന്റെ എക്സ് കോർഡിനേറ്റ് ഇവിടെ കൊടുക്കാം, വൈ കോർഡിനേറ്റ് ഇവിടെ കൊടുക്കാം, ഇസഡ് കോർഡിനേറ്റ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത എക്സാമ്പിളിൽ ഈ പൊസിഷൻ വെക്ടറിന്റെ എക്സ് കോമ്പോണന്റ് എക്സ് തന്നെയാണ്, വൈ കോമ്പോണന്റ് വൈ തന്നെയാണ്, ഇസഡ് കോമ്പോണന്റ് ഇസഡ് തന്നെ ആയതുകൊണ്ട് ഞാനത് അതുപോലെ തന്നെ എഴുതുകയാണ്. അതുപോലെ നമുക്ക് ലാസ്റ്റ് റോ എന്തായിരിക്കും? ഫോഴ്സ് വെക്ടറിന്റെ എക്സ് കോമ്പോണന്റ്, വൈ കോമ്പോണന്റ്, ഇസഡ് കോമ്പോണന്റ് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തതാണ്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ഐ മൾട്ടിപ്ലൈഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് വൈ ഇൻറ്റു FZ മൈനസ് പ്രൊഡക്റ്റ് ഓഫ് FY ഇൻറ്റു ഇസഡ് മൈനസ് ജെ ഇൻറ്റു ഈ ഒരു കോളം കളഞ്ഞിട്ട് ബാക്കി എന്താണത്? എക്സ് ഇൻറ്റു FZ മൈനസ് FX ഇൻറ്റു ഇസഡ് പ്ലസ് കെ ഇൻറ്റു ഈ ഒരു കോളം കളയുക. അത് കഴിഞ്ഞിട്ട് എന്താണുള്ളത്? കെ ഇൻറ്റു എക്സ് ഇൻറ്റു FY മൈനസ് FX ഇൻറ്റു വൈ. നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴേക്കും മൈനസ് ജെ ഇൻറ്റു എക്സ് ഇൻറ്റു FZ മൈനസ് FX ഇൻറ്റു ഇസഡ് എന്നുള്ളതാണ്. അവരെ ഈ ജെയിന്റെ മൈനസ് അകത്തേക്ക് എടുത്തിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല ഇവിടെ. നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിൽ കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. സ്റ്റാൻഡേർഡ് ഫോമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മളുടെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നമുക്ക് എഗെയിൻ നമുക്കൊരു വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ആ വെക്ടറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ദാറ്റ് വെക്ടർ വിൽ ബി ദ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് വെക്ടർ. ഈ ഒരു ഫോഴ്സ് വെക്ടറിന്റെ മൊമെന്റ് എബൌട്ട് പോയിന്റ് എ ആയിരിക്കും ഈ ഒരു എം എന്ന് പറയുന്ന വെക്ടർ നമുക്ക്
തരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഫോഴ്സ് വെക്ടറിന്റെ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. എന്തായാലും നമുക്ക് 2 പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് കുറേ കൂടി എളുപ്പമാവും. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. എ ഫോഴ്സ് F is equal to 2i plus 3j minus 4k ഈസ് അപ്ലൈഡ് അറ്റ് പോയിന്റ് ബി. ഒരു പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് ഒരു തന്നിട്ടുണ്ട്, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെഡ് കോർഡിനേറ്റ്. ഇനി എന്താ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ദിസ് ഫോഴ്സ് എബൌട്ട് എ പോയിന്റ് 2, -1, 3. ഓക്കെ, അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. നമ്മുടെ ഫോഴ്സ് 2i 3j മൈനസ് 4k അല്ലേ? ഇതാണ് നമ്മുടെ ഫോഴ്സ് വെക്ടർ 2i + 3j - 4k എന്ന് പറഞ്ഞാൽ ഞാൻ ഫോഴ്സിന്റെ ആർബിട്രറി ഏരിയ മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഫോഴ്സ് എവിടെ അപ്ലൈ ചെയ്തത്? ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് അപ്ലൈ ചെയ്തത്, വിച്ച് ഈസ് ഹാവിംഗ് കോർഡിനേറ്റ് 1, -1, 2. അപ്പോൾ ഈ ഒരു പോയിന്റ് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആണ് നമ്മളുടെ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എവിടെയാണ്, എബൌട്ട് വിച്ച് പോയിന്റ് ആണ് നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത്? എബൌട്ട് ദ പോയിന്റ് എ. എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണ്? 2, -1, 3 ആണ്. അപ്പോൾ ആർബിട്രറി ആയിട്ട് ഞാൻ അതിൻ്റെ ലൊക്കേഷനും മാർക്ക് ചെയ്തു. ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് തന്നെ മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. 2, -1, 3 എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ എക്സാമ്പിളിൽ നമുക്ക് ഇവിടെ എടുക്കാം. ഇപ്പോൾ എയും ബിയും തന്നിട്ടുണ്ട്, ഫോഴ്സ് വെക്ടർ ഇതുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ് എബൌട്ട് എ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? മൊമെന്റ് ഇസ് ഈക്വൽ ടു ഈ ഒരു പൊസിഷൻ വെക്ടർ ക്രോസ് ഫോഴ്സ് വെക്ടർ ആണ്. പൊസിഷൻ വെക്ടർ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്? നമുക്ക് ഏത് പോയിന്റിലാണോ മൊമെന്റ് കണ്ടുപിടിക്കേണ്ടത് അവിടെ നിന്ന് ഈ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ വെക്ടറാണ് എടുക്കേണ്ടത്. അതാണ് ഇമ്പോർട്ടന്റ്, അത് ശ്രദ്ധിച്ചോളൂ. അത് മാറിപ്പോയാൽ ആൻസർ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വെക്ടറാണ് നമ്മളുടെ പൊസിഷൻ വെക്ടർ. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ 2 കോർഡിനേറ്റ്സ് നമുക്കറിയാം. അപ്പോൾ എന്തായിരിക്കും ഈ കേസിൽ? 1 - 2 ടൈംസ് i, പിന്നെ -1 -1 ടൈംസ് j, പിന്നെ 2 - 3 ടൈംസ് k. അതായിരിക്കും നമ്മളുടെ പൊസിഷൻ വെക്ടർ. സോ ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് r = എങ്ങനെയാണ് കിട്ടിയെന്നുള്ളതും ഈ ഒരു സ്ലൈഡിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് എന്തായിരിക്കും? -1i + 0j - 1k എന്ന് കിട്ടും. അതാണ് ഈ ഒരു കേസിൽ നമുക്ക് വരുന്ന പൊസിഷൻ വെക്ടർ. ഇപ്പോൾ നമുക്ക് ഫോഴ്സ് വെക്ടർ ഉണ്ട്, പൊസിഷൻ വെക്ടറും ഉണ്ട്, വിച്ച് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ പോയിന്റ് അബൌട്ട് വിച്ച് വി നീഡ് ടു കാൽക്കുലേറ്റ് അവർ മൊമെന്റ്. അപ്പോൾ നമുക്ക് മൊമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? r×f എടുത്താൽ മതി. അപ്പോൾ r×f ആണ് മൊമെന്റ് എന്നുള്ളത് നമുക്കറിയാം. r ഏതാണ്? r നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, -1i + 0j - 1k ആണെന്നുള്ളത്. f ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2i + 3j - 4k. അപ്പോൾ ഞാൻ രണ്ടും എഴുതുവാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്? അത് ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. അപ്പോൾ i/j/k ഞാൻ എഴുതി. പിന്നെ ഫസ്റ്റ് വെക്ടർ ഏതാണ്? എൻ്റെ പൊസിഷൻ വെക്ടർ ആണ്. അതിന്റെ കോർഡിനേറ്റ്സ് ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് -1 ഞാൻ ഇവിടെ എഴുതി, 0 ഇവിടെ എഴുതി, -1 അഗെയിൻ. അപ്പോൾ അത് ഞാൻ ഇവിടെയും എഴുതി. ഇനി എന്ത് ചെയ്യണം? തേർഡ് റോ എന്തായിരിക്കും? നമ്മുടെ ഫോഴ്സ് വെക്ടറിന്റെ എക്സ് കോമ്പോണന്റും വൈ കോമ്പോണന്റും സെഡ് കോമ്പോണന്റും. അതായതൊക്കെയാണ് 2, 3, -4. അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതി. ഇനി ഞാൻ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് എൻ്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെക്ടർ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നിങ്ങളുടെ മൊമെന്റ് ഓഫ് ദാറ്റ് ഫോഴ്സ് എബൌട്ട് ദ ഗിവൺ പോയിന്റ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതിൻ്റെ അകത്ത് ചെയ്യാം. സോ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 44 ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് വെക്ടർ ഫോമിലല്ല തന്നിരിക്കുന്നത്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് തന്നിരിക്കുന്നത്. ആക്ട് ത്രൂ ദ പോയിന്റ് എ, ഒരു പോയിന്റിൽ കൂടി പോകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഫോഴ്സ് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഒരു പോയിന്റ് ആണ് എ എന്ന് പറഞ്ഞത്. അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇത് ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ. വേറൊരു വെക്ടർ ഉണ്ട്, അതിൻ്റെ സെയിം ലൈൻ ഓഫ് ആക്ഷനിലാണ് ഈ 44 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്തിനായിരിക്കും തന്നിരിക്കുന്നത്? അപ്പോൾ നമുക്ക് ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കേണ്ട എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ ഒരു വെക്ടറിന്റെ സെയിം ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോഴ്സ് വെക്ടർ, ഈ ഒരു തന്നിരിക്കുന്ന വെക്ടറെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സെയിം ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ ഫോഴ്സസ് ഇൻ സ്പേസ് അനലൈസ് ചെയ്തപ്പോഴെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെക്ടർ ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം? വാട്ട് ഈസ് എ യൂണിറ്റ് വെക്ടർ? Any vector divided by its own magnitude will give us a unit vector in the same direction, അല്ലേ? അപ്പോൾ ഈ ഫോഴ്സിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ വെക്ടറിനെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ടെന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? √9² + 6² + -2² ആയിരിക്കും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്യാം. എന്നിട്ട് എന്താണ് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ്. ഈ 44 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സിന്റെ
മൊമെന്റ് കണ്ടുപിടിക്കണം എബൌട്ട് പോയിന്റ് ബി. ഓക്കെ, കൺഫ്യൂസ്ഡ് ആകരുത്. നോർമലി പിള്ളേർക്ക് തെറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ തന്നിരിക്കുന്ന വെക്ടറിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അതല്ല അവർ ചോദിച്ചിരിക്കുന്നത് 44 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സ് ബിയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് എന്താണ്, ഈ ഫോഴ്സ് തന്നിരിക്കുന്നത് എന്തിനാണ്? ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ യൂണിറ്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ നമുക്കുള്ള അഡ്വാൻറ്റേജ്? സെയിം ഡയറക്ഷനിലുള്ള ഫോഴ്സ് അല്ലേ 44 ന്യൂട്ടൺ ഉള്ളത്. അപ്പോൾ ഈ 44 കൊണ്ട് ഈ ഒരു യൂണിറ്റ് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ 44 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സ് വെക്ടറായിട്ട് അത് മാറ്റാം. അപ്പം അതിനാണ് ഈ ഒരു വെക്ടറിന്റെ ഡീറ്റെയിൽസ് അവർ തന്നിരിക്കുന്നത്. ഞാൻ ആയതിന് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗിവൺ വെക്ടർ ഈസ് എന്താണ്? ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 9² + 6² + -2². അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വെക്ടർ കിട്ടും. ഇത് വേറെ ഒന്നുമല്ല, ദിസ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇനി എന്ത് ചെയ്യണം? ഈ കിട്ടിയ സാധനത്തിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഈ ഫോഴ്സിനെ അതിനെ വെക്ടർ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത്. ഫോഴ്സ് വെക്ടർ ഇസ് ഈക്വൽ ടു 44 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ സാധനം. അപ്പോൾ ദാറ്റ് വിൽ ഗിവ് us 36i + 24j - 8k. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഫോഴ്സ് വെക്ടറായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ ഫോഴ്സ് വെക്ടർ ഉണ്ടാക്കുന്ന മൊമെന്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പോയിന്റ് ബിയിൽ നിന്ന് ഈ ഫോഴ്സ് വെക്ടറിന്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ വെക്ടർ നമുക്ക് വേണം. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഈ ഫോഴ്സ് വെക്ടറിന്റെ ലൈൻ ഓഫ് ആക്ഷനിലുള്ള ഒരു പോയിന്റ് വേണം. അത് നമുക്ക് അറിയൂ. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. 44 ന്യൂട്ടൺ ആക്ട്സ് ത്രൂ ദ പോയിന്റ് എ എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഫോഴ്സ് വെക്ടറിന്റെ ലൈൻ ഓഫ് ആക്ഷനിലാണ്. അപ്പൊ ഇനി ഈസി ആയിട്ട് നമുക്ക് പൊസിഷൻ വെക്ടർ കണ്ടുപിടിച്ചൂടെ? ഈ രണ്ട് കോർഡിനേറ്റ്സ് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ 4 - 1i -1 -3 ടൈംസ് j 7 - 2 ടൈംസ് k ആയിരിക്കും എന്ത്? ബി എ എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ. അതായിരിക്കും നമ്മളുടെ ആർ വെക്ടർ. ഓക്കെ, അപ്പൊ ഈ പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബി എ എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് വെക്ടറിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഉള്ള ഒരു പോയിന്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എബൌട്ട് ഏത് പോയിന്റ് ആണോ നമുക്ക് ഈ ഫോഴ്സ് വെക്ടറിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ പോയിന്റ് ആണ് ബി. ഈ രീതിയിൽ വെക്കുക, നമ്മൾ പൊസിഷൻ വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കേസിൽ എനിക്ക് പൊസിഷൻ വെക്ടർ കിട്ടുന്നത് 3i + 2j + 5k എന്നുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം? മൊമെന്റ് ഇസ് ഈക്വൽ ടു r ക്രോസ് f ആണ് നമുക്കറിയാം, 5jk. അതുപോലെ ആറിന്റെ എക്സ് കോമ്പോണന്റും വൈ കോമ്പോണന്റും ഇസഡ് കോമ്പോണന്റും എഴുതി. എഫിന്റെ എക്സ് കോമ്പോണന്റും വൈ കോമ്പോണന്റും ഇസഡ് കോമ്പോണന്റും നമുക്ക് എഴുതി. ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? മൊമെന്റ് ഇസ് ഈക്വൽ ടു -136i + 204j എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ 44 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സ് ബി എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മൊമെന്റിന്റെ വെക്ടർ ഫോം.